ഉസ്താദുമാരും കാന്മാന്മാരും സഹോദരന്മാരും ഇസ്ലാമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടുന്നത് അവൻ കബൂൽ ചെയ്തു. പിരിഞ്ഞു പോകുന്ന അവസരത്തിൽ വന്നു ചേർന്നതിനേക്കാളും വലിയ ഈമാനോടുകൂടി തിരിച്ചു പോകാനുള്ള നമ്മുടെ ഓരോ ഇജ്തിമായിലെയും നേട്ടമാണ്. അത് സെന്റിന്റെ പേരിലായ പ്രത്യേകിച്ച് തദ്കിറത്തുൽ ഔലിയ അല്ലെങ്കിൽ തദ്കിറത്തുൽ സ്വാലിഹീൻ, മുൻഗാമികളെ അനുസ്മരിക്കുക എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു അമലാണ് നമ്മൾ ചെയ്യുന്നത്. ശുദ്ധ ഖുർആന്റെ അമലിൽ ഏറ്റവും മുഖ്യമായതാണ്. ഖുർആന്റെ വലിയൊരു ഭാഗവും മുൻഗാമികളെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്, അതിന്റെ നേട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ട് തങ്ങൾ അള്ളാഹു തർബീയത്ത് ചെയ്തത് മുൻഗാമികളായ നബിമാരുടെ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ടാണ്. അവരുടെ നബിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിനെ ഉറപ്പിച്ചത്, ഈമാനിലും തഖ്വയിലും ഉറപ്പിച്ചു നിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നബി തങ്ങൾക്ക് മുകളിൽ. ആ അല്ലാഹു തആലയുടെ നേരിട്ടുള്ള തർബീയത്ത് വിശുദ്ധ ഖുർആൻ വഴി നടന്നത് മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്തിന്റെ കഷ്ടം പറയുന്നത്. നിങ്ങളെ കൽബ് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ഞാൻ ചരിത്രം എന്നതുപോലെ നമ്മുടെ ഈമാനും കൽബൊക്കെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് നമ്മൾ മുൻഗാമികൾ, നമ്മുടെ തൊട്ട് മുമ്പുള്ള അറിയപ്പെടുന്ന ദീനിന്റെ വക്താവായിരുന്ന ആളുകളെ ചരിത്രം അനുഷ്ഠിക്കുന്നത്, ഏതാളാകട്ടെ. അപ്പോൾ ഇവിടെ ഈ പ്രദേശത്തിന്റെ വെളിച്ചമായി ഇവിടെ ദീനിന്റെ വിഷയങ്ങൾക്ക് ഒരു ജനകീയമായ തിരികൊളുത്തൽ നടത്തിയവരാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബുഖാരി. നമ്മൾ അറിഞ്ഞ ചരിത്ര പ്രകാരം ഇവിടെ ഒരു ജുമാക്കുള്ള ആൾ ഉണ്ടായിരുന്നില്ല ഇവർ കടന്നു വരുമ്പോൾ എന്നാണ്. അപ്പോ ആ സ്ഥാനത്ത് നിന്ന് കടപ്പുറം പഞ്ചായത്തിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്? ഒരു 3/4 75% മുസ്ലിങ്ങളുള്ള ഒരു പഞ്ചായത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ബുഖാരി സാദാത്യങ്ങൾ കടന്നു വന്ന് അവരുടെ സേവനം നിലനിന്ന എല്ലാ പ്രദേശത്തും കേരളത്തിൽ കാണാൻ കഴിയും. മലപ്പുറം ജില്ലയിലെ ഖാദിമാര് ബുഖാരി സാദാത്യങ്ങൾ നിന്നുള്ളവരായിരുന്നു. മലപ്പുറം ജില്ലയുടെ ഓരോ ആ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം കാണാം. അതേപോലെ കണ്ണൂർ ജില്ല, അവിടെയൊക്കെ ഈ ബുഖാരി സാദാത്യങ്ങളുടെ സേവനം നടന്നുകൊണ്ട് മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷമായിട്ട് കാണുന്നുണ്ട്. നമുക്ക് നേരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ആലോചിച്ചാൽ ഇവരുടെ കഥകൾ മനസ്സിലാക്കാൻ ഈ ഒരു സംഗതി. ഇന്ത്യ രാജ്യത്ത് 17 കോടി മുസ്ലിമീങ്ങളുണ്ട്. ഈ 17 കോടി മുസ്ലിമീങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ വീട് വന്ന് ബുൾഡോസറോട് തകർത്താലും ആരും ചോദിക്കാനും പറയാനില്ലാത്ത അവസ്ഥയിൽ എന്ന് നമ്മളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് താടി നിരക്കണമെന്നില്ല, അതല്ലാത്ത ആളുകൾക്ക് തന്നെ ഒരു 25 കൊല്ലം മുമ്പത്തുള്ള സംഭവങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ നിലവാരം അന്ന് എങ്ങനെ ഉണ്ടായിരുന്നത് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നത് ആ വ്യത്യാസം നമുക്കിന്ന് ചരിത്രമോ കഥയോ ഒന്നുമല്ല, അനുഭവം മാത്രമാണ്. ഇത് ആത്മീയ രംഗത്ത് നമുക്ക് ഇതേ സാധനം വെച്ച് നമുക്ക് അളക്കാൻ കഴിയും. മുൻഗാമികളായ ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങളുടെ ജീവിതവും അവരുടെ തഖ്വയും അവരുടെ സൂക്ഷ്മതയും അവരെങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നും ഇന്ന് അത് എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതും. അപ്പൊ അതുകൊണ്ട് ഇനി അടുത്തൊരു തലമുറ കടന്നു വരുമ്പോൾ അവർ ഇതൊക്കെ അവസർപ്പ കഥകളാണെന്ന് പറയാവുന്ന വിധത്തിൽ അവർക്ക് അവിശ്വസനീയമായി തീരും. ജീവിതത്തിൽ തഖ്വ പുലർത്തിയിരുന്നു, ഈ രൂപത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു എന്നൊരു മഹാന്റെ ചരിത്രം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ അനുഭവ തലം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ അങ്ങനത്തെ ആളുകൾക്ക് പരിശ്രമിക്കാൻ കഴിയുമോ എന്ന് രാത്രി നിന്നിട്ട് ഇഷ മുതൽ സുബഹി വരെ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒക്കെ വെറുതെ പറയാണ്. കുറച്ചേരൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആണ് അടുത്ത തലമുറ വരാൻ പോകുന്നത്. ഇവിടെ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന സദസ്സിൽ തന്നെ നമ്മുടെ പുതിയ തലമുറയിലെ ആളുകളുടെ അംഗസംഖ്യ വളരെ പരിമിതമാണ്, ഉണ്ടോ തന്നെ സംശയമാണ്. കൗമാരക്കാരായ ആളുകൾ അവരാണ് നമ്മുടെ പ്രതീക്ഷ. മുൻകാലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഒരു സദസ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുമിച്ച് കൂടി ഈ ഇത്തരത്തിലുള്ള കുട്ടികൾ ധാരാളം ഉണ്ടാകുമായിരുന്നു. കുട്ടികളാണ് വിഷയങ്ങൾക്കൊക്കെ ആവേശത്തോടുകൂടി ചൊല്ലാനൊക്കെ അവരുണ്ടാകും. ആ തലമുറയാണ് പിന്നീട് അവരിൽ നിന്ന് കൊഴിഞ്ഞു പോയി അവശിഷ്ടമായി വരുന്നവരാണ് അടുത്ത തലമുറയിൽ ഈ സംഗതികളൊക്കെ സംരക്ഷിക്കാനുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് 7ാം ക്ലാസ്സിൽ കുട്ടികൾ എത്തുന്നതോട് കൂടിയിട്ട് ദീനീ പഠന രംഗത്ത് നിന്ന് അവരുടെ മനസ്സിൽ മാറിപ്പോയി. എന്തുകൊണ്ടാണത് നമ്മൾ ആലോചിക്കണം. മോട്ടിവേഷൻ, നമ്മുടെ ദീനി രംഗത്ത് മോട്ടിവേഷൻ നമുക്ക് കിട്ടുന്നില്ല, നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ
നമ്മൾ അവർക്ക് ആ രൂപത്തിൽ മോട്ടിവേഷനൊക്കെ കൊടുത്ത് അവരെ ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റണം. നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട്, ചാവക്കാട് മുസ്ലിങ്ങൾക്ക് എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യം ഉണ്ടാകുമ്പോൾ അത്രയും വയസ്സുമായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മരത്തെ സങ്കല്പിക്കാം. ഒരു 100 കൊല്ലം പഴക്കമുള്ള ഒരു ആലുമരമാണെങ്കിൽ ആ ആലുമരത്തിന്റെ വണ്ണം എത്ര ഉണ്ടാകും, അതിന്റെ ശക്തി എത്ര ഉണ്ടാകും, അതിന്റെ വേരുകൾ എത്ര ആണ്ടുപോയിട്ടുണ്ടാകും. ഇതേപോലെ ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിന് ഇത്രയും കാലത്തെ പഴക്കം ഉണ്ടെങ്കിൽ ആ ഉമ്മത്തിന് അത്രയും ശക്തി ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ നമ്മളെ ഉമ്മത്തിന് ആ ശക്തി ഉണ്ടോ? ഇല്ല. എന്താ കാരണം? നമുക്ക് ചരിത്രമില്ല. ചരിത്രമില്ലാത്ത ഒരാളെ ഉപമിക്കാവുന്നത് അൽഷിമേഴ്സ് ബാധിച്ച ഒരാളെ പോലെയാണ്. അൽഷിമേഴ്സ് ബാധിച്ച ഒരാൾക്ക് 5 വയസ്സായ കുട്ടിയുടെ പോലും ബുദ്ധി ഉണ്ടാവില്ല. അവന് പല്ല് തേക്കാൻ അറിയില്ല, എവിടെ മലമൂത്ര വിസർജനം എന്നും അറിയില്ല. ആ രൂപത്തിലാകാൻ കാരണം എന്താ? അയാൾ ഇതുവരെ ഒരു പക്ഷേ 60-70 വയസ്സായ ഉപ്പാപ്പയായിരിക്കും അൽഷിമേഴ്സ് ബാധിച്ചത്. പക്ഷെ 60-70 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചതിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ശേഖരിക്കുന്ന വിജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. അതാണ് ആളങ്ങനെ ആവുന്നത്. ഇതേപോലെ 1400 വർഷത്തെ പാരമ്പര്യമുള്ള നമുക്ക് 1400 വർഷത്തെ പാരമ്പര്യത്തിന്റെ ചരിത്രം നമ്മളിലില്ല. അതുകൊണ്ട് നമ്മളാരായി? പറിച്ചിടപ്പെട്ട ഒരു ചെടി പോലെയാണ്. വെയിൽ കൊണ്ടാൽ അത് വാടിപ്പോകും, അടുത്ത ദിവസം തന്നെ കരിഞ്ഞു പോകാനുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മളിവിടെ വേട്ടയാടപ്പെടാൻ നമുക്ക് കഴിയുന്നത്. മറ്റുള്ളവർക്ക് നമ്മളെ വേട്ടയാടാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. നമുക്കതിന്റെ ഒരു ഈമാനില്ല, ഹിമ്മത്തില്ല. ചരിത്രം അറിയുന്ന ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കാനും നെഞ്ചു വിരിച്ച് നിൽക്കാനുള്ള ഒരു കെൽപ്പുണ്ടാകും. കാരണം ലോകത്തെ 1400 വർഷത്തോളം 1300 വർഷത്തോളം ലോകത്തെ അടക്കി ഭരിച്ചൊരു സമൂഹമാണ് മുസ്ലിങ്ങൾ. ഇന്ത്യയല്ല, കേരളമല്ല, ഒരു ചെറിയ പ്രദേശമല്ല, ലോകത്തെ അടക്കി ഭരിച്ച സമൂഹമാണ് നമ്മൾ. ഉസ്മാനിയ ഖിലാഫത്തിന്റെ സാമ്രാജ്യം യൂറോപ്പിന്റെ പടിവാതിൽ മുതൽ ആഫ്രിക്ക വരെ. ഇന്ത്യയിൽ ഡയറക്റ്റ് ഉസ്മാനിയ ഭരണം വന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ഇപ്പൊ എങ്ങനെ അമേരിക്ക ഇന്ത്യനെ നേരിട്ട് ഭരിക്കുന്നില്ല, പക്ഷെ അമേരിക്കയുടെ ഭരണം നമ്മുടെ മുന്നിലുണ്ട്. അവരെ നിയന്ത്രണം നമ്മൾക്ക് അവരെ കീഴിലാണ് നമ്മളുള്ളത്. അവരെ ഇന്റർനാഷണൽ ലോ നമുക്ക് ലംഘിക്കാൻ കഴിയില്ല. ഓരോ രംഗത്തും പല രംഗത്തും ഉള്ളത്. അത് പൊളിറ്റിക്സ് അറിയുന്നവർക്ക് അറിയാം. എന്നതുപോലെ ഉസ്മാനികളുടെ അണ്ടറിലാണ് മുസ്ലിങ്ങൾ അന്നുണ്ടായിരുന്നത്. എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ലോകത്തിന്റെ ഏതെങ്കിലും കോണിൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ഉസ്മാനികൾ ഇടപെടും. ആ രൂപത്തിൽ നമുക്കൊരു ഖിലാഫത്തിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിൽ ആരംഭിച്ച് പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കൂഫയിലേക്ക് അതിന്റെ ആസ്ഥാനം മാറി, പിന്നീട് അബ്ബാസികളുടെ കാലത്ത് അത് ബഗ്ദാദിലേക്ക് മാറി. അങ്ങനെ ചരിത്രത്തിന്റെ പല നാഴികകൾക്കപ്പുറത്ത് അത് തുർക്കിയിലേക്ക് മാറിയതാണ്. തുർക്കി കേന്ദ്രീകരിച്ച് 800 വർഷം മുസ്ലിങ്ങൾ ലോകത്തെ അടക്കി ഭരിച്ചിരുന്നവരാണ്. അതിന്റെ ഒരു പ്രൗഢിയും ഹിമ്മത്ത്, അതിന്റെ മനക്കരുത്ത് നമുക്കുണ്ടോ? നമ്മുടെ കുട്ടികൾക്കുണ്ടോ? അങ്ങനെ സംഭവം തന്നെ അറിയോ? പല ആളുകളും ചോദിക്കുന്നു, അന്നും ബ്രിട്ടനും അമേരിക്ക ഉണ്ടല്ലോ. ബ്രിട്ടനും അമേരിക്ക അന്ന് ജയിച്ചിട്ട് പോലുമില്ല. ബ്രിട്ടനും അമേരിക്കക്കും 100 വർഷത്തെ പാരമ്പര്യത്തിനപ്പുറത്ത് ഒന്നും കാണാൻ കഴിയില്ല. 1ാം ലോക യുദ്ധത്തിന് ശേഷമാണ് നമുക്ക് ഉസ്മാനിയ ഖിലാഫത്ത് തകർന്നത്. അതിന്റെ റിയാക്ഷൻ ആയിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഖിലാഫത്ത് പ്രക്ഷോഭം ഉണ്ടായത്. ഈ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു ഓട്ടോമാറ്റിക് നമ്മുടെ കൽബിലേക്ക് ഒരു ഈമാൻ കയറി വരാനുണ്ട്. ഇപ്പോ നമ്മളെ സംബന്ധിച്ചുള്ള ചരിത്രത്തെ കുറിച്ചുള്ള യാതൊരു ധാരണയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ പറിച്ചിടപ്പെട്ടൊരു ചെടിയാണ്. ഇവിടെ അഹ്മദുൽ ബുഖാരി തങ്ങൾ വരികയും ആ തങ്ങളുടെ പ്രവർത്തന ഫലമായിക്കൊണ്ട് ഇവിടെ വലിയൊരു മുസ്ലിം ഭൂരിപക്ഷ സമൂഹം ഉണ്ടായി എന്നത് അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു തെളിവാണ്. ഇത് പുസ്തകം വായിക്കാതെ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ഒരാൾക്ക് അഹ്മദുൽ ബുഖാരിയാണ് ഇവിടെ ദഅവത്ത് ചെയ്തത് എന്ന ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ അവരെ കഥ നമുക്ക് മനസ്സിലാക്കും. കാരണം അവർക്ക് ദീനിന് വേണ്ടി സമർപ്പിച്ചു. അവർക്ക് ദീനിനെ കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഇൽമുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ ഈ ബുഖാരി സാദാത്യങ്ങളെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് കയറുന്നത് എന്റെ ബഹുമാന്യരായ ഉസ്താദ് ഇബ്തുല്ലാ തങ്ങളുമായിട്ട് 30 കൊല്ലത്തെ ബന്ധമുണ്ടായിരുന്നു. ആ മഹാനവറുകളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവര് ഉസ്താദ് പറഞ്ഞ അറിവ് പ്രകാരവും അബുൽ ഹസൻ നദവി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ എഴുതി വെച്ച അഹ്ലുബൈത്തിന്റെ ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അഹ്ലുബൈത്തിന്റെ കുടുംബങ്ങളിൽ അഹ്ലുബൈത്തിനെ പഠിക്കാൻ വേറെ പുറമേക്കൊരു സ്ഥലത്തേക്ക് പോകണ്ട, അവരുടെ വീടുകൾ തന്നെ പഠന കേന്ദ്രമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവര് വീട്ടിൽ നിന്നും മാത്രം മാതാപിതാക്കളിൽ നിന്ന് ഖുർആൻ ഹിഫ്ളാക്കി പിന്നെ ഉലമാക്ക് അവരുടെ തന്നെ എളാപ്പ മൂത്താപ്പാരെന്നൊക്കെ കിതാബ് ഓതിയിട്ട് അവര് വലിയ പണ്ഡിതനാകും. ഇബ്തുല്ലാ തങ്ങള് 4 മദ്ഹബിലും ഫത്വ കൊടുക്കാൻ യോഗ്യനായ ഫഖീഹായത് അദ്ദേഹം സ്വന്തം പിതാവിൽ നിന്ന് മാത്രം പഠിച്ചിട്ടാണെന്ന് ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ അത്രമാത്രം വലിയൊരു ഇൽമിന്റെ കേന്ദ്രം നമ്മുടെ വീടുകളായിരുന്നു. വീടുകളിലെ മുതിർന്ന ആളുകൾ പേരമക്കളെയും മക്കളെയും പഠിപ്പിക്കുന്ന ഒരു ശീലം മുസ്ലിം ഉമ്മത്തിനുണ്ടായിരുന്നു. ഇന്നും അത് ഇന്തോനേഷ്യയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് അടുത്ത ദിവസം
ഇന്തോനേഷ്യയിൽ പോയിട്ട് അവിടെ ജീവിച്ചിരുന്ന ഒരു പ്രൊഫസറെ കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടുത്തെ അഹ്ലുൽ ബൈത്ത് ഹദ്റമി തങ്ങന്മാരാണ്. ആ തങ്ങന്മാർ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? അവരെ വീടിനുള്ളിൽ ഒരു വലിയ ഉണ്ടാകും. ആ വലിയ അണ്ടറിൽ അവിടുത്തെ കുട്ടികൾക്കൊക്കെ പ്രത്യേകമായ വിദ്യാഭ്യാസം. എങ്ങനെ വിദ്യാഭ്യാസം? നമ്മൾ പറഞ്ഞ വിദ്യാഭ്യാസം അക്കാദമിക്കലല്ല, പിന്നെ പ്രാക്ടിക്കലാണ്. അത് സംസ്കാരമായിട്ട് രൂപപ്പെടുന്നതാണ്. അപ്പൊ ഇത് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വല്യമ്മമാര് കുട്ടികളെ ഉപദേശിക്കുന്നു. ഇതൊക്കെ ഇന്ന് നമുക്ക് എടുത്തു പോയിട്ടുണ്ട്. ഇന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് സോഷ്യൽ മീഡിയ നോക്കിയിട്ട് ഏതെങ്കിലും മൂലത്തെ വല്യപ്പ ഇരിക്കും, ഇപ്പുറത്ത് പേരക്കുട്ടി ഇരിക്കും, അപ്പുറത്ത് മറ്റാൾ ഇരിക്കും. ഇങ്ങനെ ആയ കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പകർന്നു കൊടുക്കാൻ കഴിയില്ല. ഇവിടെ അഹ്മദ് ബുഖാരി തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെയൊക്കെ കൽവിലുണ്ടെങ്കിൽ അത് നമ്മളെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട, അതിന്റെ അനന്തരാവകാശികളായി അവരെ മാറ്റേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യണം. അള്ളാഹു തആല നമുക്ക് തോന്നിക്കുക എങ്കിൽ മാത്രമേ നിൽക്കുള്ളൂ. പല ആളുകളും പറയുന്നുണ്ട് ചരിത്രം എഴുതി വെക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എഴുതി വെക്കാതിരുന്നതുകൊണ്ടാണ് നഷ്ടപ്പെട്ടതെന്ന്. കാരണം എന്റെ നാട്ടില് അടുത്ത ദിവസം എന്റെ അയൽവാസി കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാമ മുസ്ലിം വഫാത്തായി. 30 കൊല്ലത്തോളം മദനാകുന്ന ജുമാഅത്ത് പള്ളിയിലെ ഖത്തീബായിരുന്നു. പലരും അറിയായിരിക്കും. ആ മഹാനവറുകൾക്ക് വലിയൊരു കിതാബിന്റെ ശേഖരം ഉണ്ടായിരുന്നു. അത് പണ്ടത്തെ പോലെ ഒരു അട്ട തൂക്കിയിട്ട് ഇങ്ങനെ 4 കയർ കെട്ടുന്ന ഒരു കുറെ ശേഖരിച്ച് വെച്ചിരുന്നതാണ്. ഇത് വീട് പൊളിച്ചിട്ട് മാറ്റുന്ന അവസരത്തിൽ ഈ കിതാബിന്റെ ശേഖരം മുഴുവൻ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മകൻ കത്തിച്ചു കളഞ്ഞു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എന്താ പുതിയ കിതാബ് മേടിച്ചൂടെ? എന്തിനായി പഴയത് വെച്ച് കളിക്കുന്നതാണ് നമ്മൾ ചോദിക്കുക. സത്യത്തിൽ അത് ചരിത്ര രേഖയാണ്. NRCയുടെ വിഷയങ്ങൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ചരിത്ര രേഖയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ അന്നത്തെ പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദ്രവിക്കാത്ത നാച്ചുറൽ സാധനം കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അപ്പൊ അതുപോലും ഈ കത്തിക്കപ്പെട്ട സാധനത്തിൽ എന്താണ് ഉൾപ്പെട്ടതെന്ന് നമുക്കറിയോ? മങ്ങനാകുന്ന് കുഞ്ഞിപ്പോക്കറും മുസ്ലിയാർ മലബാറിലെ ഉലമാക്കളെ കുറിച്ച് ചരിത്രഗ്രന്ഥം എഴുതിയിട്ടുണ്ടത്രേ. പക്ഷെ അത് നമ്മൾ ഒരുപാട് പരതി. ഞാൻ മാത്രമല്ല, എന്നെക്കാളും കൂടുതൽ ചരിത്രത്തെ അന്വേഷിക്കുന്ന കുതുകികളായ കേരളത്തിലെ പ്രമുഖരായ പല ചരിത്ര വിദ്യാർത്ഥികളും വന്നിട്ട് ആ വിഷയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. പക്ഷെ ഇതുവരെ കിട്ടിയില്ല. ഒരു പക്ഷെ ആ കത്തിച്ചു കളഞ്ഞതിൽ അതുണ്ടാകാം. നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ കേരള സംസ്ഥാനമായിട്ട് മാറുന്ന ഘട്ടത്തിൽ നമ്മുടെ പാരമ്പര്യ ഭാഷ മലയാളമായിരുന്നില്ല. എഴുത്തു ഭാഷ മലയാളമൊക്കെ പറയും, പക്ഷെ നമുക്കൊരു എഴുത്തു ഭാഷ വട്ടെഴുത്തും കോലെഴുത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ നമ്മളെ ഈ മലയാള ഭാഷ വന്നത്. ഈ മലയാള ഭാഷ ഒക്കെ വരുന്നതിന് മുമ്പ് മലയാളത്തിന് ലിപിയേ ഉണ്ടായിരുന്നില്ല. ആ കാലത്താണ് നമ്മൾ അറബി മലയാളം ഉപയോഗിച്ച് എഴുതാൻ തുടങ്ങിയത്. നമ്മൾ മനസ്സിലാക്കണം. പലരും വിചാരിച്ചിരുന്നത് നമ്മൾ അറബിയിലുള്ള പല പദങ്ങളും മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇതെന്നാണ്. അങ്ങനെയല്ല. സത്യത്തില് മലയാളം ജനിച്ചിട്ടില്ല, മലയാളത്തിന് ലിപി വന്നിട്ടില്ല. നമുക്ക് അന്വേഷിച്ച ചരിത്രം പഠിച്ചറിയാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ദീനീ വിഷയങ്ങളൊക്കെ എഴുതി വെക്കാൻ നമ്മളെ വിജ്ഞാനത്തിന്റെ ആൾക്കാർ നമ്മളായിരുന്നല്ലോ. അപ്പോ ഇത് നമ്മളെ നാട്ടിൽ മാത്രമല്ല, തമിഴില് അറബി തമിഴ് ഉണ്ടായിരുന്നു, കന്നഡയില് അറബി കന്നഡ ഉണ്ടായിരുന്നു. അതുപോലെ ഓരോ പ്രദേശത്തും ആ ഭാഷ അവരുടെ ലിപിയിൽ അറബി ലിപിയിൽ എഴുതുന്ന അവസ്ഥയിൽ നിലനിന്നിരുന്നു. അങ്ങനെ വന്ന ഈ അറബി മലയാളത്തിൽ 10,000-ഓളം ഗ്രന്ഥങ്ങൾ നിലനിന്നിരുന്നു. ഈ 10,000-ഓളം ഗ്രന്ഥങ്ങൾ നമ്മ മലയാളത്തിലേക്ക് കൺവേർട്ട് ആയപ്പോൾ, നമ്മുടെ പുതിയ തലമുറ കൺവേർട്ട് ആയപ്പോൾ അവർക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. നമ്മൾ വിചാരിക്കും നമ്മളെ സമസ്ത ഇറക്കുന്ന അറബി മലയാള പുസ്തകങ്ങളാണ്. ആ അറബി മലയാളം നല്ല പല സ്വന്തമായ അതിൽ പദങ്ങളുണ്ടായിരുന്നു. ആ പദങ്ങൾ നമ്മുടെ മലയാളത്തിലെ പദങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്, അതിന് അർത്ഥ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സ്വന്തം ഭാഷാ സമൂഹം ആയിരുന്നു നമ്മൾ. അതിൽ നിന്ന് നമ്മൾ മാറിയപ്പോൾ നമ്മുടെ പുതിയ തലമുറക്ക് അത് വായിക്കാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്ത് നമ്മളെ ട്രഡീഷൻ അവിടെ വെച്ച് ബ്ലോക്കായി, മുറിഞ്ഞു പോയി. മാത്രമല്ല, ഇനിയിപ്പോൾ നമ്മളിവിടെ അഹ്മദ് ബുഖാരി തങ്ങളെ കുറിച്ചുള്ള മൗലിദ് ഓതി. ഇത് അറബിയിൽ ഒരു പ്രത്യേക ശൈലിയിൽ ക്രോഡീകരിച്ച സാധനം. ഇതിങ്ങനെ തന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ പുതിയ തലമുറ അത് അക്സെപ്റ്റ് ചെയ്യില്ല, അത് സ്വീകരിക്കില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ത് ചെയ്യണോ ഈ വിഷയത്തെ നമ്മൾ പഠിപ്പിക്കാൻ. അതാണ് ഉസ്താദ് അവർ സൂചിപ്പിച്ചത്. നമുക്ക് സെമിനാർ രൂപത്തിൽ ഈ ചരിത്രമൊക്കെ പഠിപ്പിക്കുന്ന വേദി വേണം. എൻ്റെ അഭിപ്രായത്തിൽ അത് പോരാന്നാണ്. ഇതെന്ത് വേണം? നമ്മൾ എങ്ങനെയാണോ ഈ സ്കൂളിലെ വിഷയങ്ങൾക്കൊക്കെ ട്യൂഷൻ കൊടുക്കുന്നത് എന്നതുപോലെ കുറച്ച് കുട്ടികളെ എന്ത് ചെയ്യണം, ഈ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ. വെറും ചാവക്കാട്ടെ ചരിത്രമല്ല, മൊത്തം മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം അത് പഠിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പാരമ്പര്യോടെ നഷ്ടപ്പെട്ട് നമ്മൾ വേറിട്ട് പോയൊരു സമൂഹമായിട്ട് മാറുകയും അടുത്ത കാലത്തായിട്ട് അള്ളാഹുക്കാകട്ടെ കലാപത്തിനിരയായി നമ്മളൊക്കെ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് ഈ അവസ്ഥ വരുന്നതിന് 50 കൊല്ലം മുമ്പ് അവിടെ ഇന്ത്യൻ ആലിമ പോയിട്ട് പ്രസംഗിച്ചു, നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ നാട്ടിൽ നിന്ന് വേട്ടയാടപ്പെടും, ഇവിടെ നിന്ന് കൊല്ലപ്പെടും, നിങ്ങൾ നാടുകൾ വിടേണ്ടി വരുന്നു.
അത് സംഭവിച്ചു 50 കൊല്ലത്തിന് മുമ്പ്. ശേഷം നമ്മൾ ലോകത്ത് വെളിവായി എന്നതുപോലെ നമ്മൾ സഗൗരവം ഈ വിഷയത്തെ എടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണോ സ്കൂളിലെ വിഷയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതേപോലെ ദീനിന്റെ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ചരിത്രം പഠിക്കുന്നതോട് കൂടിയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഒന്നിച്ച് കിട്ടും ചരിത്രത്തിൽ. ഉസൂലുൽ ഫിഖ്ഹും മദ്ഹബ് എന്തിനാണെന്നും എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കിട്ടുന്ന ഒരു സാധനമാണ്. എന്റെ സംസാരം ദീർഘിച്ചു പോയതിൽ എല്ലാവരും ക്ഷമിക്കണം. വളരെ അനിവാര്യമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. طلع البدر علينا من ثنيات الوداع. طلع البدر علينا من ثنيات الوداع وجب الشكر علينا